നെയ്തലക്കാവ് ഭഗവതിയുടെ വിളംബരത്തോടെ തൃശൂർ പൂരാവേശത്തിലേക്ക് എറണാകുളം ശിവകുമാറിന്റെ പുറത്ത് തിടമ്പേറി വന്ന ഭഗവതി തെക്കേ ഗോപുര നട തുറന്ന് നിലപാട് തറയിലെത്തി പൂരം വിളംബരം ചെയ്തു. പൂര വിളംബരത്തിന് ആയിരങ്ങളാണ് തെക്കേ ഗോപുര നടയിൽ തടിച്ചുകൂടിയത്. നാളെ രാവിലെ 6 മണിയോടെ പൂരത്തിന്റെ ചടങ്ങുകൾ തുടങ്ങാനിരിക്കെ തൃശൂർ നഗരം ജനസാഗരമായി ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞു. മന്ത്രിമാർ നേരിട്ടിറങ്ങിയാണ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നത്. വർഗീയതയോ വിഭാഗീയതയോ ഉണ്ടാക്കുന്ന ചിഹ്നങ്ങളോ ചിത്രങ്ങളോ പൂരത്തിന് അനുവദിക്കില്ല എന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ പോലെ പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് മന്ത്രിമാർ നേരിട്ടെത്തിയതെന്ന് മന്ത്രി R ബിന്ദുവും ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയോ തോരണങ്ങളോ ചിഹ്നമോ അവരുടെ മറ്റേതെങ്കിലും ഇതിലുള്ള ഫോട്ടോയോ ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല. 2, മതജാതി സ്പർദ്ധയുണ്ടാക്കുന്ന ഫ്ലെക്സുകളോ ബോർഡുകളോ കൊണ്ടുവച്ച് വിദ്വേഷം സൃഷ്ടിക്കാൻ പാടില്ല. ഈ 2 കാര്യം ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ നിലപാടിൻ്റെ ഭാഗമാണ്. അത് കൃത്യമായി ഞങ്ങൾ വിശദീകരിച്ചു. അതിന് വേറൊരു സംശയത്തിന് ഇടയില്ല. ഈ കാര്യത്തിൽ മതനിരപേക്ഷ ബോധത്തിൽ ഊന്നിന്നുകൊണ്ട് മഹത്തായ ഒരു സംസ്കാരത്തെ നമ്മൾ പൂരത്തിൽ നിന്ന് എല്ലാ ലോകജനതയ്ക്കും സംഭാവന ചെയ്യുകയാണ്. അതുകൊണ്ട് ലോകജനത ഉറ്റുനോക്കുന്ന തൃശ്ശൂർ പൂരം പൂരങ്ങളുടെ പൂരമാണ്, ചരിത്രപ്രസിദ്ധമാണ്. അത് എല്ലാ അർത്ഥത്തിലും വളരെ ആവേശഭരിതമായി ആഹ്ലാദത്തോടെ ആരവങ്ങളോടെ അവസാനിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കും. അതെ, കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിൽക്കുന്നതിനാൽ ഉദ്യോഗസ്ഥ തലത്തിലാണ് എല്ലാ യോഗങ്ങളും ചേർന്നത്. പക്ഷെ കഴിഞ്ഞ തവണ ഉദ്യോഗസ്ഥ തലത്തിൽ വളരെ സങ്കുചിതമായ നിലയിലാണ് കാര്യങ്ങളൊക്കെ ആലോചിച്ചു പോയിട്ടുള്ളത്. മാത്രമല്ല, ഒരു ക്രൈസിസ് ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ പോലും ഞങ്ങളെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വേണ്ട വിധത്തിൽ. അപ്പോൾ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തതിൻ്റെ അപാകത അവിടെ വന്നു ചേർന്നു. മാത്രമല്ല, തൃശ്ശൂർ പട്ടണത്തിനെയോ പൂരത്തിനെയോ ഒന്നും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥർ കൂടിയായിരുന്നു അവർ. പൂരപ്രേമികളും പോലീസുകാരും തമ്മിൽ ഇടയ്ക്കൊക്കെ ചില തർക്കങ്ങൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് മുൻപും. പക്ഷേ അത് ജനപ്രതിനിധികൾ ഇടപെട്ടാണ് അതിന് സമവായം ഉണ്ടാക്കുക, അനുരഞ്ജനത്തിൻ്റെ ഒരു ഭാഷയിൽ അത് ശരിയാക്കി എടുക്കുക. പക്ഷേ അതിൽ നിന്ന് വിരുദ്ധമായ സ്ഥിതിയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. അത് ഈ വർഷം ആവർത്തിക്കരുത് എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ഞങ്ങളിവിടെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത്തവണ. വിവരങ്ങളുമായി ആസിഫാണ് പൂരനഗരിയിൽ തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. ഹലോ ആസിഫ്, എങ്ങനെയുണ്ട് പൂരം വൈബ്സ്? എല്ലാം സെറ്റല്ലേ? പിന്നെ എല്ലാം പൂർണ്ണമായും സെറ്റാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ തന്നെ ഈ ഒരു സമയത്തൊക്കെ പൂരനഗരി മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം, നിറയെ ആളുകൾ ജനമിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പൂരം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആഘോഷം ഇപ്പോൾ 2-3 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വലിയ ജനത്തിരക്കാണ് ഇവിടെ മുഴുവനും. രാഷ്ട്രീയ നേതാക്കളുണ്ട്, മന്ത്രിമാരുണ്ട്, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇപ്പോഴും സ്ഥലത്ത് ഉണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ആളുകൾ ഇങ്ങനെ തമ്പടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ ഒഴുകി വരികയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. പതിവിന് വിപരീതമായി സ്ത്രീകളുടെ വലിയൊരു ഒഴുക്ക് ഇങ്ങോട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് പൂര നഗരി ഉള്ളത്. ഇപ്പോൾ അല്പം മുമ്പാണ് മന്ത്രിമാർ നമ്മളോട് സംസാരിച്ചത്. അവർ എല്ലാ ഘട്ടത്തിലും പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ട് വരികയാണ്. കാരണം 3 മന്ത്രിമാർ ഇങ്ങനെ നിരന്തരം ഇവിടെ നിന്നുകൊണ്ട്, ദേവസ്വം മന്ത്രി അടക്കം 3 മന്ത്രിമാർ നിരന്തരം ഇവിടെ നിന്നുകൊണ്ടാണ് ഓരോ ഘട്ടവും ഇത്തരമുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തവണ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇത്തവണ ഏറ്റവും മനോഹരമായ ഒരു പൂരം സമ്മാനിക്കുക എന്നത് തന്നെയാണ് സർക്കാരും ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പൂരാഘോഷ കമ്മിറ്റിയും എല്ലാം ലക്ഷ്യം വെക്കുന്നത്. അതനുസരിച്ച് തന്നെ നീങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. നമുക്ക് ആ തെക്കേ ഗോപുര നടയിൽ നിന്ന് നോക്കുമ്പോൾ ആ ക്ഷേത്രത്തിലെ വർണ്ണങ്ങൾ എല്ലാം എന്ത് ഭംഗിക്കാണ്
അത് സംവിധാനിച്ചിരിക്കുന്നത് നമുക്ക് നോക്കി കാണാം. ഈ ഒരു കാഴ്ചകൾ സ്വാഭാവികമായും ഇന്ന് അത് കാണുക എന്നുള്ളത് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചുള്ള അത് വലിയൊരു ആവേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഈ ഒരു സമയത്തില്ലല്ലോ. പക്ഷേ ആ ചടങ്ങുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു ആരവത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ലക്ഷ്യം വെക്കുന്നത്. ചെറിയ കുട്ടികളടക്കെ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഹലോ, എന്താ പേര്? എവിടുന്നാ വരുന്നത്? തൃശ്ശൂർകാരി തന്നെയാണോ? പൂരത്തിന്റെ ഒരു ആവേശം ഇറങ്ങിയതാണോ? ഞങ്ങളിവിടെ അടുത്ത് തന്നെ പുല്ലഴി. എല്ലാ വർഷവും വരും അല്ലേ? വർഷം തന്നെ അടിപൊളി. ഇപ്രാവശ്യവും അടിക്കാരെ സംബന്ധിച്ചുള്ള ഒരിക്കലും കണ്ടാലും തീരാത്തൊരു ആഘോഷം തന്നെയാണ്. അടിപൊളി തന്നെയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. ഫിദ ഫാത്തിമ. എവിടെ പഠിക്കണേ? സെന്റ് ആൻസ്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ആഘോഷങ്ങളുണ്ട്? അടിപൊളി. സാധാരണ ഈ മുൻകാലങ്ങളിലൊക്കെ സ്ത്രീകളുടെയൊക്കെ ഒരു പങ്കാളിത്ത കുറവായിരുന്നു. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് മാറി അല്ലേ? ഭയങ്കരമായിട്ട് മാറി. ഇപ്പം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. ഇപ്പം എല്ലാവരും എൻജോയ്മെന്റ് ആണ്. ഇപ്പോൾ എല്ലാവരും ഇറങ്ങാൻ, വൈകുന്നേരം എല്ലാവരും കാണാൻ ഒരു എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം കണ്ടിട്ട് എല്ലാതായിട്ട് പോകുന്നു. ബില്ല ഈ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഈ ഒരു ആവേശത്തിലാണ് അത് കുട്ടികളും പ്രായമായവരും മുതിർന്നവരും എല്ലാവരും ഇങ്ങനെ ഈ പൂരനഗരിയിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ആ പൂരവിളംബരം കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് നാളെയാണ് പൂരത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള ആഘോഷം. നമ്മളോട് അല്പം സംസാരിച്ചപ്പോൾ മന്ത്രി രാജനടക്കം ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. പൂരം എന്ന് പറയുന്നത് പൂരത്തിൻ്റെ ഒരു ആസ്വാദനം അത് ആളുകൾക്ക് പലതരത്തിലാണ്. മാത്രമല്ല ഒരാൾക്കും ആ പൂരം പൂർണ്ണമായ രീതിയിൽ കണ്ടു തീർക്കാൻ കഴിയില്ല. കാരണം ഒരു ചടങ്ങ് ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ മറ്റൊരു ചടങ്ങ് മറ്റൊരു സ്ഥലത്ത് നടക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാ ഘട്ടവും ഒരിക്കലും ഒരു തൃശ്ശൂർക്കാരനെ സംബന്ധിച്ചോളം ഒരു പൂരം ഒരു തവണ കൊണ്ട് ഒരിക്കലും കണ്ടു തീരില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പൂരാവേശം ഒരിക്കലും അവസാനിക്കാതിരിക്കുന്നത്. എല്ലാ തവണയും പല പ്രത്യേകതകളുണ്ടാകും. അങ്ങനെ ആ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പൂരാഘോഷമായി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഇക്കൊല്ലവും ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവേശം വിട്ടു ചോരാതെ തന്നെ നാളെ വ്യക്തമാണ്. ആസിഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഓരോ തവണയും പൂരത്തിന് ഓരോ മാറ്റങ്ങളുണ്ട്. ഇത്തവണ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കാത്തിരിക്കുകയാണ് കേരളം. ന്യൂസ് മലയാളത്തിനൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരും തുടങ്ങുക. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ എന്താണ് സംഭവിക്കുന്നത് അത് നമ്മുടെ സ്ക്രീനിലും നിങ്ങൾക്ക് തത്സമയം കാണാനാകും നാളെ രാവിലെ മുതൽ തന്നെ.